എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിന്റെ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് സ്വയം തൊഴിൽ. എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്വയം തൊഴിൽ, അതായത് സെൽഫ് എംപ്ലോയ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ സ്വയം തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അത് അയാളുടെ സ്വന്തം ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായിട്ട് നടത്തപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്വയം തൊഴിൽ എന്ന് വിളിക്കാം, സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കാം. എന്താണ്? ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അത് അയാളുടെ സ്വന്തം ഉടമസ്ഥതയിലും സ്വന്തം നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായിട്ട് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സ്വയം തൊഴിൽ എന്ന് വിളിക്കാം. ക്ലിയർ? ഇനി ഈ ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഈ ചെറുകിട വ്യവസായത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ചെറുകിട വ്യാപാരം എന്നാൽ എന്താണ്? സ്മോൾ ബിസിനസ് എന്ന് നമുക്ക് വിളിക്കാം അല്ലെ? എന്താ ഈ സ്മോൾ ബിസിനസ് എന്ന് പറഞ്ഞാല്? ചെറുകിട വ്യാപാര സംരംഭങ്ങള് എന്താണ്? തുടങ്ങുന്നതിന് വളരെ കുറഞ്ഞ മൂലധന നിക്ഷേപം മതി അല്ലെ? അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിനെ എന്ത് വിളിക്കുന്നത്? സ്മോൾ ബിസിനസ് എന്ന് വിളിക്കുന്നത് അല്ലെ? അപ്പോ ചെറിയൊരു എന്താണ്, വളരെ കുറഞ്ഞ ഒരു മൂലധന നിക്ഷേപം മാത്രമേ വരുന്നുള്ളൂ ഇത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? വളരെ എളുപ്പമാണ്. അപ്പൊ ഇതിന്റെ മേൽനോട്ടവും നിയന്ത്രണവും ഒന്നോ അല്ലെങ്കിൽ കുറച്ചു പേരിലോ അല്ലെങ്കിൽ ഒരാളിലോ അല്ലെങ്കിൽ കുറച്ചു പേരിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കും. പിന്നെ ദൈനംദിന കാര്യങ്ങളിൽ ഉടമസ്ഥന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രവർത്തന പരിധി വളരെ പരിമിതമായിരിക്കും, ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫലം കിട്ടുന്നതിന് വളരെ കാലം നോക്കി നിൽക്കേണ്ടതില്ല. ചെറുകിട വ്യവസായം, കുടിൽ വ്യവസായം, ചെറുകിട കൃഷി, തൊഴിൽ, കല, കരകൗശല വ്യവസായം, ഇതൊക്കെ ഈ സ്മോൾ ബിസിനസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ അത് സ്മോൾ എന്ന് പറയുന്ന കാരണം തന്നെ അതിന്റെ മൂലധനവും അതിന്റെ ആ ഒരു പരിധിയൊക്കെ നോക്കിയിട്ടാണ് ചെറുത് എന്ന് പറയുന്നത് കേട്ടോ. ഇനി തീരെ ചെറിയതായ വ്യവസായങ്ങൾ എന്താണ്? അതായത് ടൈനി ഇൻഡസ്ട്രി. ടൈനി എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. ടൈനി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ തീരെ ചെറിയതായ വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറികൾ. 25 ലക്ഷം രൂപയിൽ കവിയാത്ത നിക്ഷേപമുള്ള വ്യവസായ യൂണിറ്റുകളെയാണ് തീരെ ചെറിയതായ വ്യവസായം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്ന ചെറുകിട വ്യവസായങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ചെറുകിട വ്യവസായങ്ങൾ യൂണിറ്റുകൾക്ക് കീഴിലുള്ള വ്യവസായങ്ങൾ എന്ന് പറയുന്നത് തീരെ ചെറിയതായിട്ടുള്ള വ്യവസായ യൂണിറ്റ് ഉണ്ട്, നമ്മളിപ്പോ പറഞ്ഞു അല്ലേ? പിന്നെ ടൈനി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലെ? പിന്നെ മൈക്രോ ബിസിനസ് സംരംഭങ്ങളുണ്ട്, ഗ്രാമീണ വ്യവസായങ്ങളുണ്ട്, കുടിൽ വ്യവസായങ്ങളുണ്ട്. ഓക്കെ. ഇനി ഈ ചെറുകിട വ്യവസായ അല്ലെങ്കിൽ ചെറുകിട ബിസിനസ്സുകൾക്കുള്ള ഗവൺമെന്റ് ചെറുകിട ബിസിനസ്സുകൾക്കൊക്കെ സഹായങ്ങളൊക്കെ നൽകാറുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ അല്ലേ? അപ്പൊ അത്തരത്തില് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള സഹായങ്ങളും ഒക്കെ നൽകുക, ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന്, ചെറുകിട സംരംഭകർക്ക് സംഭരണം, അതുപോലെ തന്നെ അവർക്ക് ഉൽപ്പന്നങ്ങൾക്കുള്ള സംഭരണം, വിൽപ്പന സഹായം, ധനസഹായം അല്ലെ, അവർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ ഫ്രീ ആയിട്ട് നൽകുക, ഇതൊക്കെ എന്താണ് വ്യവസായ എസ്റ്റേറ്റില് വേണ്ടി സ്ഥല സൗകര്യം ഒരുക്കി കൊടുക്കുക, ഇതൊക്കെ ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്ന ചില സഹായങ്ങളാണ്. പിന്നെ ഈ സ്വയം തൊഴിൽ സാധ്യമാകുന്ന മേഖലകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഈ സ്വയം തൊഴിൽ സാധ്യമാകുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഒന്ന്, ചെറുകിട ചില്ലറ കച്ചവടം, വ്യക്തിഗത വൈദഗ്ധ്യം അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില സേവനങ്ങള്. ഉദാഹരണം പറയുകയാണെങ്കിൽ തയ്യല് അല്ലെ, നിങ്ങൾ കണ്ടിട്ടില്ലേ? വാച്ച് റിപ്പയറിംഗ്, അതൊക്കെ നമ്മളുടെ സ്കില്ല് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രൊഫഷണൽ യോഗ്യതകൾ അടിസ്ഥാനമാക്കിയുള്ള തൊഴിലുകളുണ്ട്, ചെറുകിട കൃഷി, ഗ്രാമീണ കുടിൽ വ്യവസായങ്ങള്, കല, കരകൗശല വിദ്യകൾ, സ്വർണ്ണപ്പണി, ഇരുമ്പ് പണി, സ്വയം തൊഴിലിലുള്ള മറ്റു മേഖലകളൊക്കെ ഇതിൽ വരുന്നതാണ് അല്ലെ? ഈ നമ്മുടെ ഇന്ത്യയില് ചെറുകിട വ്യവസായങ്ങൾക്കും ചെറുകിട ബിസിനസ്സുകാർക്കും SIDBI അതുപോലെ തന്നെ SISI എന്നിവ നൽകുന്ന സഹായങ്ങൾ, അതായത് ധനകാര്യ സ്ഥാപനങ്ങളാണ് SIDBIയും അതുപോലെ തന്നെ SISIയും. ഇപ്പൊ SIDBI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഏതാണ്? SIDBI എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ.
അത് അവർക്ക് കുറെ അവധി വായ്പകള്, അതുപോലെ തന്നെ റീഫിനാൻസ്, ബില്ലുകളുടെ ഡിസ്കൗണ്ടിങ് അല്ലെ, അതുപോലെ ഫാക്ടറി ലീസിംഗ് ആയിട്ടുള്ള സേവനങ്ങള്, ചെറുകിട വ്യവസായ മേഖലകളിലുള്ള അസംസ്കൃത പദാർത്ഥങ്ങളും, അതുപോലെ തന്നെ ഹയർ പർച്ചേസ് ലീസിംഗ് സൗകര്യങ്ങളും, വിപണന സഹായവും, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇത് SIDBI എന്ന് പറഞ്ഞിട്ടുള്ള ധനകാര്യ സ്ഥാപനം നൽകുന്നുണ്ട്. പിന്നെ SISI എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. എന്താണ്? സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് SISI എന്ന് പറയുന്നത്. ഇത് ടെക്നിക്കലായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കും, സംരംഭകത്വ വികസന പരിപാടികൾ, എന്തെങ്കിലും പരിശീലനങ്ങളൊക്കെ കൊടുക്കും. പിന്നെ എന്താണ് ഇങ്ങനെയുള്ള പുതിയ സംരംഭങ്ങൾ ആരംഭിക്കൽ സംബന്ധിച്ച ഒരുപാട് പരിപാടികൾക്കൊക്കെ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. ഏത്? ഈ സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ക്ലിയർ? ഇനി ഈ ചെറുകിട ബിസിനസ്സുകാർക്ക് അനുയോജ്യമായിട്ട് ഒരുപാട് മേഖലകൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഈ ചെറുകിട വ്യവസായങ്ങള് രാജ്യത്താകെ ചിതറി കിടക്കുന്നവയായതുകൊണ്ട് തന്നെ പ്രാദേശികമായ ഒരു സന്തുലിത വികാസം നേടാൻ ഇത് സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം വ്യവസായങ്ങൾക്ക് കാര്യമായ ഒരു മലിനീകരണം, അങ്ങനെയുള്ള ഒരു കൂടുതലായിട്ടുള്ള ഒരു മലിനീകരണം ഒന്നും ഈ വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഫലം നൽകുന്നതുമാണ്. പിന്നെ ചെറുകിട വ്യവസായങ്ങൾ മൂലധനത്തിന് കടുത്ത ക്ഷാമമുള്ള ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് അനുയോജ്യമായത് ചെറുകിട വ്യവസായങ്ങൾ തന്നെയാണ്, വലിയ എമൗണ്ട് വെച്ച് തുടങ്ങാൻ സാധിക്കാത്തത് കൊണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച സ്വയം തൊഴിൽ അല്ലെ. ഈ സ്വയം തൊഴിലിന് നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്താണ് സ്വയം തൊഴിലിന്റെ പ്രാധാന്യം? ഒരു വ്യക്തി ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത് അയാളുടെ സ്വന്തം ഉടമസ്ഥതയിലും സ്വന്തം നിയന്ത്രണത്തിലും സ്വന്തം മേൽനോട്ടത്തിലുമായിട്ട് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കുന്നത്? സ്വയം തൊഴിൽ എന്ന് വിളിക്കുന്നത്, അത് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് സ്വന്തം ഉപജീവന മാർഗമാണ് എന്നോണമാണ് സ്വന്തം ഉടമസ്ഥതയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇത് ഈ സ്വയം തൊഴിൽ എന്ന് പറയുന്നത്, സെൽഫ് എംപ്ലോയ്മെന്റിന് വരുന്നത്. പിന്നെ വ്യാപാരത്തിൽ നിന്നുള്ള നഷ്ടം പൂർണ്ണമായിട്ടും ഉടമസ്ഥൻ തന്നെ സഹിക്കണം, വേറെ ആരുമില്ല, നമ്മളുടെ തന്നെയാണ് മേൽനോട്ടം. അപ്പൊ നഷ്ടം ഉണ്ടായാലും നമ്മൾ മാത്രമാണ് സഹിച്ചാൽ മതി അല്ലെ. പിന്നെ വ്യാപാരം തുടങ്ങാൻ ഉടമസ്ഥന്റെ കൈവശം ഒരു നിശ്ചിത തുകയുടെ മൂലധനം ആവശ്യമായി വരുന്നു എന്നുള്ളതൊക്കെ അതിന്റെ പ്രത്യേകതകളാണ്. പിന്നെ അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുകിട വ്യാപാരത്തിന്റെ ഒരു വളർച്ചയാണത്. പിന്നെ സമ്പാദ്യത്തിന്റെ വ്യാപ്തി ഉണ്ടാവും, സേവനങ്ങളിൽ ഗുണനിലവാരം ഉണ്ടാവും, കുറച്ച് ഭാഗം മാത്രമേ അതുകൊണ്ട് ഗുണനിലവാരം എന്തായാലും ഉണ്ടാവും. പിന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും, വൻകിട വ്യവസായങ്ങൾക്കുള്ള ഒരു ബദലായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താം. പിന്നെ ഉപരിപഠനത്തിന് കഴിയാത്തവർക്ക് എന്താണ് നല്ലൊരു അവസരമാണ്, തുടർന്ന് പഠിക്കാൻ പറ്റുന്നവർക്ക് ചെറിയ വ്യവസായങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ട് ജീവിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ചെറുകിട ബിസിനസ്സുകളെ പിന്തുണയ്ക്കുന്ന സ്ഥാപനപരമായിട്ടുള്ള ഒത്തിരി നടപടികളുണ്ട്. അപ്പോ അതിലൊന്നാണ് സ്ഥാപനമാണ് നബാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ നബാർഡ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതാണ് നബാർഡ് അല്ലെ. എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ ഈ നബാർഡ് 1982 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ? അങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിലില്ലാതെ നടക്കുന്ന ആളുകളുടെ തൊഴിലരഹിതർക്കും വേണ്ടത്ര തൊഴിലൊന്നും ഇല്ലാത്തവർക്കൊക്കെ സ്ഥായിയായിട്ടുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ് 1982. പിന്നെ വേറൊരു സ്ഥാപനമാണ് NSIC എന്ന് പറയുന്നത്. NSIC ഏതാണ്? നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേറ്റ് ലിമിറ്റഡ്. നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് NSIC. ഇപ്പൊ രാജ്യത്തിന്റെ ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനെ അവർ പ്രോത്സാഹിപ്പിക്കുകയും അതിന് ഒത്തിരി സഹായങ്ങളൊക്കെ നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പർച്ചേസ് പ്രോഗ്രാമിലൊക്കെ പങ്കാളികളാകാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ നൽകുക, ഇതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള NSIC ചെയ്യുന്നത്, അതായത് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ലിമിറ്റഡ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ SISI എന്താണ്? സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ഇങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ പരിപാടികൾക്ക് പരിശീലനമൊക്കെ കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞു. അടുത്തൊന്ന് SIDCO. SIDCO എന്താണ്? സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പറയും. സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ SIDCO. ഇത് നമ്മുടെ ദുർബലമായിട്ടുള്ള, അതായത് കിട്ടാൻ സാധ്യതയില്ലാത്ത അസംസ്കൃത വസ്തുക്കളൊക്കെ സംഭരിക്കുക, പിന്നെ ഹയർ പർച്ചേസ് അടിസ്ഥാനത്തിൽ യന്ത്രങ്ങൾ നൽകുക,
വിപണനത്തിന് സഹായങ്ങൾ നൽകുക, ചെറുകിട മേഖലകളിലെ സംയുക്ത സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ സഹായിക്കും. അടുത്തത് NSIC ആണ്. NSIC നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. എന്താണ് NSIC? നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അതായത് ഹയർ പർച്ചേസിംഗ് അടിസ്ഥാനമാക്കിയിട്ടുള്ള യന്ത്രങ്ങൾ നൽകുക, ഉപകരണങ്ങൾ പാട്ടത്തിന് നൽകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, വിപണന സഹായം നൽകുക. ഇതൊക്കെയാണ് NSIC അതായത് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ചെറുകിട വ്യവസായങ്ങളുടെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. ഇനി ചെറുകിട വ്യാപാരങ്ങള് വിവിധ തരങ്ങളാണ്, പലതരത്തിലുള്ള വ്യാപാരങ്ങളാണ്. തന്നെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയും. അതായത് എന്താ പറയാ, ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയും. അതായത് അതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തികമായ വികസനത്തിൽ ചെറുകിട വ്യവസായങ്ങൾ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് 1 കോടി രൂപയിൽ കൂടുവാൻ പാടില്ല അതിന്റെ മൂലധനം എന്ന് പറയുന്നത്. അടുത്തത് ടൈനി ഇൻഡസ്ട്രീസ് ആണ്. നേരത്തെ പറഞ്ഞു അല്ലേ, തീരെ ചെറിയ വ്യവസായങ്ങൾ ഓർമ്മയില്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിലെന്താണ് 25 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതിന് എമൗണ്ട് നോക്കിയിട്ടാണ് നിശ്ചയിക്കുന്നത് കേട്ടോ. അടുത്തത് ആൻസിലറി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് മറ്റൊരു വ്യവസായത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം 50% കുറയാത്ത ഉൽപ്പന്നം നടത്തുന്നുണ്ടെങ്കിൽ അത്തരം വ്യവസായങ്ങളെ നമുക്ക് ആൻസിലറി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എന്ന് പറയാം. പിന്നെ വില്ലേജ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഗ്രാമ വ്യവസായങ്ങളുണ്ട്. ഇത്തരം യൂണിറ്റുകൾ ഗ്രാമപ്രദേശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികളും അതിന്റെ പ്ലാന്റിലുള്ള ഇവിടെ നിക്ഷേപം എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് എമൗണ്ട് ഇല്ല, 50,000 കൂടാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. പിന്നെ കോട്ടേജ് ഇൻഡസ്ട്രി. കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, കുടിൽ വ്യവസായം അല്ലെ. ഈ കോട്ടേജ് വ്യവസായം എന്നത് ചെറിയ തോതിലുള്ള തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ബിസിനസ് നടത്തുന്ന രീതിയിലാണ്. അംഗങ്ങളെ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടവരൊക്കെ ആവും. അടുത്തത് നിങ്ങൾക്കറിയാം മൈക്രോ ബിസിനസ് എന്റർപ്രൈസ് ആണ്. അതായത് മൈക്രോ ബിസിനസ് സംരംഭങ്ങളാണ്. അത് യന്ത്ര സാമഗ്രികളും പ്ലാന്റിലുമുള്ള ഒരു സ്ഥിര വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടാത്ത സംരംഭങ്ങൾ കൂടിയാണ്. പിന്നെ അടുത്ത സ്മോൾ സ്കെയിൽ സർവീസ് ആൻഡ് ബിസിനസ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. SSCBE അതായത് സ്മോൾ സ്കെയിൽ സർവീസ് ആൻഡ് ബിസിനസ് ഇൻഡസ്ട്രി റിലേറ്റഡ് എന്റർപ്രൈസസ് ആണ്. അതും ചെറുകിട സേവന ബിസിനസ് കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഭൂമിയും അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ഒഴികെ ഭൂമി കെട്ടിടവും ഒഴികെ ബാക്കി വരുന്ന എമൗണ്ട്, അതായത് 5 ലക്ഷത്തോളം രൂപ ഒക്കെ അവർക്ക് ആസ്തികളായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ സ്ഥാപനം. അപ്പൊ അത്തരത്തില് ഒരുപാട് സ്ഥാപനപരമായിട്ടുള്ള സഹായങ്ങളും ഈ സ്വയം തൊഴിലിന്റെ മേഖലയിൽ കിട്ടുന്നുണ്ട്. എല്ലാവരും ക്ലാസ് നന്നായിട്ട് കേൾക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.